കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എപ്പേർപ്പെട്ടവർക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും യൗവനക്കാർക്കും കുഞ്ഞുകുട്ടികൾക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ ആദ്യ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ നാട് ഭരിക്കുന്ന മഹാരാജാവിന് രോഗം വന്നു. രോഗം വന്നപ്പോൾ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നു. അതൊരു ഭാഗ്യമാണ്. രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ വേല ചെയ്യുന്നവർ, ദൈവത്തിന്റെ മക്കൾ നമ്മുടെ അടുക്കൽ വരുന്നത് ഒരു ഭാഗ്യമാണ്, ആശ്വാസമാണ്. അവരുടെ ആശ്വാസവാക്കുകളും അവരിലൂടെ കർത്താവ് തരുന്ന ആശ്വാസത്തിന്റെ മൊഴികളും അവരുടെ പ്രാർത്ഥനകളെല്ലാം വിലപ്പെട്ടതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് ദൈവമക്കളായ ദൈവവേല ചെയ്യുന്ന എല്ലാവരോടും എന്നോടും കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സ്വന്തക്കാരുടെയും നാം അറിയുന്നവരുടെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ അവരാരെങ്കിലും രോഗികളോ പ്രയാസത്തിലോ കടന്നു പോകുന്നവരാണെങ്കിൽ നാം അവരുടെ അടുക്കൽ ചെല്ലുക. അതൊരു ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല. ഞാൻ അഗതിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത്, കർത്താവ് രോഗിയായിരുന്നപ്പോൾ വന്നില്ലെന്നോ കർത്താവ് അഗതിയായിരുന്നപ്പോൾ ചേർത്തുകൊണ്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പാവപ്പെട്ടവരായ, വലഞ്ഞു കഴിയുന്ന, സാധാരണക്കാരായ, പ്രയാസത്തിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ അത് കർത്താവിന് ചെയ്യാത്തതുപോലെ ദൈവം കണക്കിടുമെന്ന്. എന്നാൽ നാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്താൽ അത് ദൈവത്തിന് ചെയ്യുന്നത് പോലെ ദൈവം പരിഗണിക്കും, അത് കണക്കിടുമെന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ രോഗിയായ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്നു. കർത്താവിന് സ്തോത്രം. വെറുതെ പ്രവാചകൻ സാധാരണ ഒരിക്കലും ഒരിടത്ത് പോകാറില്ല. ദൈവത്തിന്റെ പ്രവാചകൻ എന്നാൽ ദൈവത്തിൽ നിന്നും അരുളപ്പാടുകൾ കേട്ട്, ദൈവത്തിന്റെ ആലോചന കേട്ട്, ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പൈതലാണ് പ്രവാചകൻ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കിലേക്ക് പോകാൻ കാരണം ദൈവം പറഞ്ഞു വിട്ടിട്ടാണ്. അത് നാം ഈ തിരുവചനം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുക്കിലേക്കും ദൈവം തന്റെ പ്രവാചകന്മാരെ, ദൈവം തന്റെ മക്കളെ പറഞ്ഞു വിടാറുണ്ട്. ഒരുപക്ഷെ കേവലം ഒരു നോട്ടീസുമായി, ഒരു സുവിശേഷ യോഗത്തിന്റെ നോട്ടീസുമായി നിങ്ങളുടെ അടുക്കൽ ഒരു ദൈവവേദൽ വരുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കാണുന്നത് ആ പാവപ്പെട്ട ദൈവവേദലിനായിരിക്കും. അദ്ദേഹത്തിന്റെ ആ എളിയ ജീവിതമായിരിക്കും. അദ്ദേഹത്തിന്റെ വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഒന്നും ഉയർന്നു നിൽക്കാത്ത ചില അദ്ദേഹത്തിന്റെ ജീവിതമായിരിക്കും നാം കാണുന്നത്. നിങ്ങൾക്ക് വേറെ തൊഴിലില്ലേ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എൻ്റെ വീട്ടിൽ കയറണ്ട, നിങ്ങൾ എന്നെ ക്ഷണിക്കണ്ട, ഇങ്ങനെയുള്ള ക്രൂരമായ വാക്കുകൾ പറഞ്ഞ് നാം അവരെ പറഞ്ഞു വിടുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അറിയുന്നുണ്ടോ, നാം ജീവനുള്ള ദൈവത്തിന്റെ വിളിയെയാണ് തട്ടിക്കളയുന്നത്. ദൈവത്തിന്റെ കരത്തെയാണ് നാം തള്ളിക്കളയുന്നത്. അനുഗ്രഹിക്കാൻ ദൈവം ഒരുക്കുന്ന ദൈവിക പദ്ധതിയാണ് നാം തൊഴിച്ചു കളയുന്നത്. എൻ്റെ പ്രിയരെ, ദൈവനാമത്തിൽ ഞാൻ പറയട്ടെ, വിപരീത ഉപദേശങ്ങളുമായി വരുന്നവരല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പറയുന്നവരല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ല എന്ന് പറയുന്ന കൂട്ടരല്ല, പിതാവിന്റെ ആൾക്കാര്, യഹോവയുടെ ആൾക്കാര്, അല്ലെ പുത്രനായ യേശുവിന്റെ മാത്രം ആൾക്കാര്, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാത്തവര്, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവരെ കൈക്കൊള്ളരുത്. പക്ഷേ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയും അതെല്ലാം അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ, ഈ വചനപ്രകാരം ജീവിക്കുന്നവർ, വചനത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല, പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമം മാത്രമല്ല,
ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനത്തിനും വില കൊടുക്കുന്നവർ, അങ്ങനെയുള്ളവരെ തീർച്ചയായും നാം സ്വീകരിക്കണം. അവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ കേൾക്കണം. അവർ നിങ്ങളെ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങളത് സ്വീകരിക്കണം. അത് ദൈവത്തിന്റെ വിളിയാണ്. ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് തന്റെ മക്കളെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ യെശയ്യാ പ്രവാചകനെ ഹിസ്കിയ രാജാവിന്റെ അടുക്കലേക്ക് ദൈവം പറഞ്ഞു വിട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം പറയുമ്പോൾ പോകാനും ചില പ്രവാചകന്മാർ വേണം. ദൈവം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തിരക്കിട്ട ജോലി ഉണ്ടാകാം, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, സ്വന്തം ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം, ജോലി കാര്യങ്ങൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരായിരിക്കും നാം. പക്ഷേ ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ അങ്ങോട്ടൊന്ന് പോകണമെന്ന് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ദൈവം തന്നാൽ മടിക്കരുത്. നമ്മുടെ ക്ഷീണങ്ങളോ നമ്മുടെ സാഹചര്യങ്ങളോ നോക്കാതെ ഇറങ്ങി പുറപ്പെടുക. ഞങ്ങളുടെ അനുഭവത്തിൽ പല സ്ഥലങ്ങളിൽ ഒരുപാട് പോയെന്നൊന്നും അവകാശപ്പെടുകയല്ല, പക്ഷേ ചില അവസരങ്ങളിലല്ല, ചില സ്ഥലങ്ങളിൽ പോകണമെന്ന് ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ആഗ്രഹം തന്ന് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട സമയങ്ങളിലെല്ലാം മനസ്സറിഞ്ഞ് അങ്ങനെ ഇറങ്ങി പുറപ്പെടാതിരുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴെല്ലാം വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജീവനുള്ള ദൈവം ചെയ്തതും അവരെ ആശ്വസിപ്പിച്ചതും കർത്താവ് അവരെ ആശ്വസിപ്പിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയായതും എല്ലാം ഞങ്ങളുടെ അനുഭവങ്ങളാണ്. സഹോദരങ്ങളെ, നാം രോഗികളെ ചെന്ന് കാണുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെല്ലാം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു മാത്രമല്ല, ലേഖനങ്ങളിലൂടെ ദൈവമക്കൾ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും അങ്ങനെ യൂദാസ് സ്ലീഹായും യാക്കോബ് സ്ലീഹായും എല്ലാം അങ്ങനെ ലേഖനങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്, സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട്, രോഗികളെ സന്ദർശിപ്പീൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നല്ല. സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിന്റെ ഭാവമാണത്. രോഗിയായ ആ നാട്ടിലെ ആ രാജാവ് കിടന്നപ്പോൾ ദൈവത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട, ദൈവത്തിന് പ്രവാചകനെ അയക്കേണ്ട. എന്നാൽ സ്നേഹവാനായ ദൈവം ഹിസ്കിയ രാജാവിനെ മറന്നുകളയാതെ തന്റെ രോഗക്കിടക്കയിൽ ഹിസ്കിയാവിനെ ഓർത്തു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, രോഗക്കിടക്കയിൽ ദൈവം നമ്മെ ഓർക്കണമെങ്കിൽ, ദൈവത്തിന്റെ മക്കളെ നമ്മുടെ അടുക്കിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ, നമുക്ക് ആയുസ്സുള്ളപ്പോൾ, രോഗമില്ലാതിരിക്കുമ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് സമ്പത്തുള്ളപ്പോൾ, നമുക്ക് ജോലിയുള്ളപ്പോൾ, നമുക്ക് വരുമാനമാർഗമുള്ളപ്പോൾ, നമ്മുടെ ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോൾ നാം ദൈവത്തെ വിളിക്കുന്നവരാകണം, ദൈവത്തെ ഓർക്കുന്നവരാകണം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകണം, ദൈവ വഴിയിലൂടെ നടക്കുന്നവരാകണം, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. പോരാ, ദൈവത്തിന്റെ വേല ചെയ്യുന്നവരും ദൈവത്തിന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുന്നവരുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പുറപ്പെടുകയും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവന്റെ വേലയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരു അനർത്ഥം വരുമ്പോൾ മുഖം മറച്ചു കളയുന്നവനല്ല ജീവനുള്ള ദൈവം. ഒരു രോഗം വരുമ്പോൾ അവരെ കൈവിട്ട് കളയുന്നവനല്ല ദൈവം. ഓടിയടുത്ത് വരുന്നവനാണ് ജീവനുള്ള ക്രിസ്തു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഹിസ്കിയ രാജാവിന് വന്ന രോഗം ചെറിയ രോഗമായിരുന്നില്ല, മരിക്കത്തക്ക രോഗമായിരുന്നു. ഡേയ്സ് ആർ നമ്പേർഡ്. ദിവസങ്ങൾ എണ്ണി എണ്ണി രാജാവ് കഴിയുകയാണ്. മരണകരമായ രോഗം, മരിച്ചു പോകുമെന്ന് ഉറപ്പായി. എന്നാൽ ആ സമയത്തും ഇതാ തന്റെ പ്രിയ പ്രവാചകനെ സൗഖ്യം കൊടുക്കുവാൻ അധികാരമുള്ള ജീവനുള്ള ദൈവം ആ പ്രവാചകനെ ഹിസ്കിയ രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠമാണത്! ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ജീവനുള്ള ദൈവത്തിന്റെ മനുഷ്യരോടുള്ള കരുണയും വാത്സല്യവും കരുതലുമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രോഗത്താൽ വലയുന്നവര്, പ്രതിസന്ധിയിലൂടെ ഉഴലുന്നവര്, മാറാ രോഗമാണല്ലോ എനിക്കെന്ന് ഓർത്ത് നിരാശയിലും ഭാരത്തിലും കഴിയുന്നവര്, മിണ്ടാട്ടം നഷ്ടപ്പെട്ടവര്, ചിരി നഷ്ടപ്പെട്ടവര്, നിങ്ങൾ ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഇപ്പോൾ ഈ തിരുവചനം കേൾക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ സന്ദർശിക്കുകയാണ്. യേശുവിന്റെ സാന്ത്വന വാക്കുകൾ, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ തലോടുകയാണ്.
യേശുവിന്റെ സൗഖ്യമാക്കുന്ന വചനം നിങ്ങളുടെ അരികിൽ വരികയാണ്. അവൻ വചനം അയച്ചവരെ സൗഖ്യമാക്കിയ തിരുവചനത്തിലുണ്ട്. വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം എന്ന തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. ഓ, യേശു ക്രിസ്തുവിന് സാധ്യമായതൊന്നുമില്ല. ഇപ്പോൾ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ സൗഖ്യത്തിന്റെ ആത്മാവിനെ കർത്താവ് അയക്കുകയാണ്. ഹല്ലേലൂയ. സൗഖ്യം തരുന്ന പരിശുദ്ധാത്മാവ്, സൗഖ്യം തരുന്ന യേശു ക്രിസ്തുവിന്റെ തിരുരക്തം, സൗഖ്യം തരുന്ന യേശു ക്രിസ്തുവിന്റെ അടിപ്പിണര്. ഓ ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ വഹിച്ച യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ സ്നേഹം, ആ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ സമയം ഈ വചനം കേട്ടുകൊണ്ട് ഹൃദയം തുറന്നിരിക്കുന്നവരുടെ മേൽ യേശുവിന്റെ കൃപ പകരുകയാണ്, യേശുവിന്റെ സൗഖ്യം പകരുകയാണ്, യേശുവിന്റെ ആശ്വാസം പകരുകയാണ്. നിങ്ങളുടെ ആ കൈ നിങ്ങളുടെ ചങ്കിൽ വെച്ചുകൊണ്ട്, യേശുവേ, എന്നോട് കരുണ തോന്നി അവിടുത്തെ കരം എന്റെ ശിരസിൽ വെക്കണമേ, എന്റെ രോഗമുള്ള ഭാഗത്ത് വെക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. എന്റെ കർത്താവേ, മാറാ രോഗത്തിൽ നിന്നും എന്നെ വിടുവിച്ച് എന്നെ സൗഖ്യമാക്കണമേ. അവിടുന്ന് എനിക്ക് സൗഖ്യം തന്നാൽ ഇനിയുള്ള കാലം ഞാൻ യേശുവിനായി ജീവിക്കും, യേശുവിന്റെ മഹത്വത്തിനായി ജീവിക്കും, യേശുവിന്റെ വേലയ്ക്കായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യം തരും. അതിനധികം കാലങ്ങളോ സമയങ്ങളോ മാസങ്ങളോ വേണ്ട. യേശു ഒന്ന് നോക്കിയാൽ സൗഖ്യമാണ്, യേശു ഒന്ന് തൊട്ടാൽ സൗഖ്യമാണ്, യേശുവിന്റെ തിരുരക്തം ഒന്ന് പുരട്ടിയാൽ സൗഖ്യമാണ്. ആ സൗഖ്യം ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് യേശു മറുപടി തരും. അല്ല, ഒരു പ്രാർത്ഥനാ സഹായം നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ ഭാരത്തിൽ കഴിയുന്നവരാണോ? കടബാധയിൽ കഴിയുന്നവരാണോ? ഞെരുക്കത്തിൽ കഴിയുന്നവരാണോ? പാവബന്ധനങ്ങളിൽ അകപ്പെട്ട് കഴിയുന്നവരാണോ? കുടുംബ സമാധാനമില്ലാതെ കഴിയുന്നവരാണോ? ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാകട്ടെ, വിടുവിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.